ഉം. 1 2 3 4 2000. ഓ ഇനി ആ ഒരു 200 ഉള്ളൂ. ഇതിലിരുന്നോട്ടെ. ഇന്നത്തേക്ക് എന്തായിരുന്നു? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാൻ ഏട്ടന്റെ പേഴ്സ് 2000 രൂപ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 200 അതിൽ വെച്ചിട്ടുണ്ട്. അയ്യോ എടി, ഞാൻ ആ പൈസ വർക്ക്ഷോപ്പ് കൊടുക്കാൻ വെച്ചതാ. ബൈക്ക് അവിടെ കൊണ്ടിട്ട് 2 ആഴ്ച ആയില്ലേ. അതിന് എന്തൊക്കെയോ സാധനങ്ങൾ മാറ്റിയിട്ടെന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കൊടുക്കാനുള്ള പൈസ അത്. അയ്യോ ഇത് അതിന് വെച്ചതായിരുന്നു. ഞാൻ ഇതിൽ കണ്ടപ്പോ എന്താന്നറിയോ, എനിക്ക് ഉപന്യാസ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ട്രീറ്റ് വേണമെന്ന്. ഞാനാണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞു. ക്ലാസ്സിൽ ഞങ്ങള് 30 പിള്ളേരില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇല്ലാന്ന് പറയാൻ പറ്റൂല. ഏട്ടന് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാ പിന്നെ നിനക്കൊന്ന് പറഞ്ഞുവിടായിരുന്നു. ആ ബൈക്കിന്റെ കുറെ സാധനങ്ങൾ മാറ്റാണ്ടായിരുന്നില്ലേ. അവനെ പൈസ ഇല്ലാത്ത കാരണേ സാധനം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ അവനോട് പറഞ്ഞു ഇവിടുന്ന് അറേഞ്ച് ചെയ്തിട്ട് അതൊക്കെ വാങ്ങി വെച്ചോളാൻ. അപ്പൊ ഇന്നലെ രാത്രി തന്നെ അവൻ അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ ആ പൈസ ഞാനിപ്പോ സുരേഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. ഞാൻ കടം വാങ്ങിയ പൈസ ഇവൾക്ക് കൊടുക്കാൻ നിൽക്കുക? അതൊന്നും വേണ്ട. നീ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് വാ. കുടുംബത്തിലെ കാര്യം ഒന്ന് അറിഞ്ഞു പെരുമാറും. അവള് പാറ്റ് കൊടുക്കാൻ നടക്കുന്നു. നീ പൈസ പേഴ്സിൽ വെച്ചേ. അമ്മ ഇത് അത്ര വലിയ പൈസ ഒന്നുമില്ല, വെറും 2000 രൂപയുള്ളൂ. എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു പോയില്ലേ. ഇപ്രാവശ്യം ഞാൻ കൊടുക്കട്ടെ. നിനക്ക് ഈ പൈസയെ നിസ്സാരമായിരിക്കും. ഇത്രയും ദിവസം ഈ പൈസ കയ്യിലില്ലാണ്ടാണ് വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി എടുക്കാതിരുന്നത്. കഷ്ടപ്പെട്ട് ബസ്സിനല്ലേ ജോലിക്ക് പോകുന്നത്. നീ പൈസ എടുത്ത് വെച്ചേ. അതൊന്നും സാരല്ലമ്മേ, അതവള് വെച്ചോട്ടെ. എന്തായാലും ഫ്രണ്ട്സിനോട് പറഞ്ഞു പോയില്ലേ പാർട്ടിക്ക് തരാന്ന്. വിൻ ചെയ്ത് വന്നല്ലേ, നീ കയ്യിൽ വെച്ചോ. നീ ഒറ്റ ഒരുത്തനെ ഇവിടെ വഷളാക്കുന്നത്. ചോദിക്കും പൈസ എടുത്ത് കൊടുക്കും. അത് ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിൽ ശരി. കടം വാങ്ങിയിട്ടല്ലേ ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നവൾക്ക്. താങ്ക്സ് ഏട്ടാ. അല്ലമ്മേ, ഏട്ടന് നാളെ ലീവല്ലേ? ലീവോ? അവൻ എന്തിന് ലീവ് എടുക്കണ്? അവൻ നാളെ പോകാനുണ്ട്. അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാവേ ശരിയാകുക? എനിക്ക് നാളെ എക്സാമിന് പോകാനല്ലേ. നിനക്ക് പോകാൻ ലീവോ? അതിന് അവനെന്തിന് ലീവ് എടുത്ത് ഇവിടെ കാവിലിരിക്കണ? ഇവിടെ കാവിലിരിക്കാനല്ലമ്മേ, എന്റെ കൂടെ എക്സാമിന് വരാനാ. അത്രയും ദൂരം എനിക്ക് ഒറ്റയ്ക്ക് പോകാനാവില്ല. ഒന്നാമത് നല്ല മഴയായിരിക്കും. ആ മഴയത്ത് ബസ്സിൽ തിക്കിലും തിരക്കിലും വിട്ടിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും അമ്മ പറ ഏട്ടനോടൊന്ന് ലീവ് എടുക്കാൻ. അത് ഞാൻ എന്തിനു പറയണ? നിനക്ക് പറഞ്ഞ പോരെ എൻ്റെ അടുത്ത്. ആ എന്നിട്ട് വേണം ഞാൻ പറഞ്ഞതിന് പുറകെ അമ്മ വന്നിട്ട് വേണ്ട മോനെ നീ ജോലിക്ക് വെക്കോ, അവക്ക് വേണ്ടി ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞ് മുടക്കാൻ. അമ്മ തന്നെ പോയി പറ. അപ്പൊ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ അവൻ എന്തിനാ നിന്റെ കൂടെ വരും? ഞാൻ ചോദിക്കട്ടെ, ഈ കോഴിക്കോട് തന്നെയല്ലേ? നിന്റെ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ദിവസം ശമ്പളം വേണ്ട വല്ല കാര്യമുണ്ടോ? ബസ്സിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യ്. കുറച്ച് നേരത്തെ ഇറങ്ങി ട്രെയിനിന് അങ്ങ് പറ്റിയേ. കോഴിക്കോട് തന്നെയല്ലേ? ഓ ഈ അമ്മേനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഏട്ടനോട് ചോദിക്കാം. പക്ഷെ ഏട്ടന് കുഴപ്പമില്ലെങ്കിൽ നാളെ ഏട്ടൻ എന്റെ കൂടെ വരും. അതിന്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. നീ എന്തെങ്കിലും ആവും. അവൾക്ക് എവിടെ പോകണം ഏട്ടൻ പുറകെ വേണം. ഒന്ന് അയൺ ചെയ്യാന്ന് വിചാരിച്ചാൽ അതിന്റെ മേലെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. വരാണ്ട് വേറെ ഏട്ടാ നാളെ ഒന്ന് ലീവ് എടുക്കണേ. ലീവ് എടുക്കാനോ? അത് നാളെ. എടി കുറെ ദിവസമായിട്ട് വർക്കൊന്നുമില്ലല്ലോ. പിന്നെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്, അത് നാളെ തന്നെ ചെയ്തു കൊടുക്കാന്നാ പറഞ്ഞേ. അല്ല എന്തിനാ ലീവ് എടുത്തിട്ട് നാളെ? ഏട്ടാ എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, കോഴിക്കോട് വെച്ചിട്ടാ. ഈ ബസ്സിന് തിക്കി തിരക്കി അത്രയും ദൂരം പോകാനൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ അമ്മ പറയുന്നത് ട്രെയിനിന് പോകാൻ, അതാണ് ഒരുപാട് നേരത്തെ ഇറങ്ങേണ്ടി വരും. ഏട്ടൻ ഒന്ന് കൂടെ വരുമോ? വന്ന് എനിക്ക് വലിയ ഉപകാരമായിരുന്നു. ഇവിടുന്ന് ഒരു 8 മണിക്ക് പോകണം. 10 മണിക്കാണ് എക്സാം. പിന്നെ 12 മണി വരെ എക്സാം. പിന്നെ ബാക്കി പരിപാടികൾ കണ്ട് ഒരു 1-1:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് വീടെത്താം. എടി 8 മണി തൊട്ട് 2 മണി വരെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം കണ്ടു പോയില്ലേ. നാളത്തെ വർക്ക് ഞാൻ എന്ത് ചെയ്യും? നാളെ തന്നെ തീർത്തു കൊടുക്കാന്നും പറഞ്ഞതാ. അതെങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിൽ കിട്ടിക്കോളുന്ന ഒരു നിർബന്ധമില്ല. എന്റെ പൊന്നേട്ടാ, ഈ ഒരു ദിവസം അവിടെ വർക്കുണ്ട് ഇവിടെ വർക്കുണ്ട് ഇല്ലെങ്കിൽ വർക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് ഓടി നടക്കൊന്നും വേണ്ട. ഈ എക്സാം ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏട്ടന്റെ എല്ലാ കാര്യം ഞാൻ നോക്കില്ലേ. പിന്നെ കുറച്ച് മാസമൊക്കെ ശമ്പളം വന്ന് തുടങ്ങി കഴിഞ്ഞാലേ ലോൺ എടുത്തിട്ടാണെങ്കിലും ഞാൻ ബിസിനസ് തുടങ്ങി അവിടെ വർക്ക് ചെയ്തോ. പിന്നെ എന്തിനാ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോവാൻ നിൽക്കുന്നത്? ഏട്ടൻ ഒന്ന് വരണേ. അവിടുന്നാ തോന്നുന്നു വിളിക്കുന്നത്. ഏട്ടൻ പറ അവരോട് നാളെ വരുന്നില്ല. ഇവരോട് എന്താ പറയേ?
ഹലോ, നാളെ രാവിലെ നമുക്ക് ഒരു 2 മണിക്ക് ശേഷം തുടങ്ങിയാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഒരു 1-1.5 ദിവസം നമുക്ക് തീർക്കാൻ പറ്റും അത്. ആണ്. അല്ല, അതുകൊണ്ടല്ല, അനിയത്തിക്ക് ഒരു എക്സാം ഉണ്ട്, അപ്പൊ അവളെയും കൊണ്ട് പോണം. അതുകൊണ്ട് ആ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് സിദ്ധാർത്ഥ, അവനോട് പറഞ്ഞിട്ടേ നാളെ തന്നെ അവനോട് ചെയ്യാൻ പറയാം. ആ, ശരി. അപ്പൊ അതും പോയി. അമ്മേ, ഓഫീസിൽ എല്ലാവർക്കേ അമ്മ ഇപ്പൊ ഉണ്ടാക്കി തന്നെ സോയാബീൻ കറി നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ആ ഗൗരി ചോദിച്ചിട്ടുണ്ടായിരുന്നു നാളെ ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന്. നാളെ അത് തന്നെ മതിയേ. നീ വെറുതെ ഉണ്ടാക്കി തരുമ്പോ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? പറഞ്ഞ സാധനങ്ങളാണെങ്കിൽ ഒന്നും വാങ്ങിച്ചിട്ടും വരുന്നില്ല. പിന്നെ വെറുതെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഞാൻ മനഃപൂർവ്വം വാങ്ങാൻ തന്നെയാ. സാധാരണ ഞാനല്ലല്ലോ ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നത്, ഏട്ടനല്ലേ. ജോലി കിട്ടിയെന്ന് വിചാരിച്ച എല്ലാ കാര്യം എന്നെ ഏൽപ്പിക്കണം. ഇത്രയും കാലം നിന്റെ എല്ലാ കാര്യങ്ങളും അവനല്ലേ നോക്കിയത്? എന്തെങ്കിലും ഒന്നിന് കുറവ് വരുത്തിയിട്ടുണ്ടോ? ഇപ്പൊ നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇപ്പൊ അടുക്കളയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിയപ്പോ എത്ര തന്നെ പൈസയാകും? അതുപോലെ നീ വാങ്ങിട്ട് വരുന്നില്ല പറഞ്ഞാലോ? അവൻ വീട്ടിലേക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നത്. നീ എന്തെങ്കിലും ചെറിയ ചെറിയൊരു സഹായമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നല്ലൊരു സമാധാനമായില്ലേ? അമ്മ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും വീട്ടിൽ 5 പൈസ കൊടുക്കണ്ട. എല്ലാവരും അവരവർ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാനും സിനിമയ്ക്ക് പോകാനും പിന്നെ സേവിങ്സും എന്തെങ്കിലും ആഭരണങ്ങൾ വാങ്ങാനും മാത്രമാണ് ഈ പൈസ എടുത്തേക്കുന്നത്. അവര് വീട്ടുകാരൊന്നും 5 പൈസ അവരോട് ചോദിക്കുന്നില്ല. ഇതിപ്പോ ഞാൻ ജോലിക്ക് പോയി കുറച്ച് മാസമല്ലായിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് ഞാൻ ചെലവിൽ വന്നിട്ട് വേണം ഈ കുടുംബം ഓടിക്കാൻ. അവര് വീട്ടിലേക്കൊന്നും കൊടുക്കുന്നില്ലെങ്കിലേ അവരുടെ സ്ഥിതി അങ്ങനെയായിരിക്കാം. ഇവിടുത്തെ കാര്യം നിനക്ക് അറിയുന്നതല്ലേ? ഇവിടെ ജോലിക്കോട്ട് എത്ര പെൺകുട്ടികൾ കുടുംബം നോക്കുന്നുണ്ട്, നിനക്ക് ഞാൻ പറഞ്ഞു തരണം. അത് സാരില്ലമ്മേ, അവളിപ്പോ ജോലിയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം, അവളൊന്നും അറിയണ്ട. പിന്നമ്മേ, അന്നേ 2-3 ബ്രോക്കർമാർ കുറച്ച് ആലോചന ഉണ്ടെന്നല്ലേ. അപ്പൊ ആ ചെക്കന്മാർക്കൊക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവര് ചോദിച്ചാൽ നമ്മൾ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താ പറയാത്തത്? അത് മാത്രമല്ല, കുറച്ചു പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട്, ഇവിടെ ഇങ്ങനെ വീട്ടിൽ തന്നെ നിർത്താണ്, കെട്ടിച്ചൊന്നും വിടുന്നില്ലേ എന്ന്. അമ്മേ, നമുക്കതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടേ ഏതെങ്കിലും നല്ല ആലോചന ഉണ്ടെങ്കിൽ അന്ന് നോക്കിയാലോ? മോനെ, ഇവൾക്ക് ജോലി കിട്ടപ്പോൾ 5-6 മാസമല്ലേ ആയിട്ടുള്ളൂ. അവളെ പഠിപ്പിച്ച വകയിൽ തന്നെ നിനക്ക് ഇഷ്ടം പോലെ കടമുണ്ട്. ഇപ്പൊ അത് വീട്ടിൽ കൊണ്ടിരിക്കുക. ഇനി കല്യാണം കൂടി ആയാലേ നിന്റെ അടുത്ത് തൽക്കാലം ഇപ്പൊ ആകില്ല മോനെ. അവള് കുറച്ചും കൂടി ജോലിക്ക് പോകട്ടെ. എന്തെങ്കിലും അവളുടെ ഒരു സമ്പാദ്യം ഉണ്ടെങ്കിലേ നിനക്കത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അല്ലെ ഇപ്പൊ 5 സെന്റ് സ്ഥലമാണ് ആകെ ഉള്ളത്, അത് പിടിച്ച് വെക്കേണ്ട വരും. പിന്നെ എന്താടി, നിന്റെ കല്യാണം 2 വർഷം കഴിഞ്ഞിട്ട് മതിയോ? എന്താ നിന്റെ താല്പര്യം? അതെ, നിങ്ങൾ സ്ഥലം വിറ്റിട്ടാണേലും കുഴപ്പമില്ല, കടം വാങ്ങിയിട്ടാണേലും കുഴപ്പമില്ല. എന്റെ കല്യാണത്തിനും സ്വർണം വാങ്ങാനും പിന്നെ ബാക്കി ചെലവിനൊക്കെ ഉള്ള പൈസയെ നിങ്ങൾ തന്നെ എടുക്കണം. എന്റെ 5 പൈസ അതിന് കിട്ടൂല. ഞാൻ സമ്പാദിക്കുന്ന പൈസ എന്റെ വേറെ കുറെ ആവശ്യങ്ങൾക്കുള്ളതാ. അത് നല്ലൊരു സേവിങ്സ് ആയിട്ട് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇത്രയും കാലം ഇവിടെ അതും ഇതും പറഞ്ഞിട്ട് ഒരുപാട് കഷ്ടപ്പാടായിരുന്നില്ലേ, ആ കഷ്ടപ്പാട് എനിക്ക് ഉണ്ടാകരുത്. അല്ലെങ്കിൽ ഈ പെൺമക്കളെ പഠിപ്പിക്കും പിന്നെ കല്യാണം കഴിച്ച് അയപ്പിക്കുകയൊക്കെ ചെയ്യുന്നതേ അച്ഛനും അമ്മേനെയും കടമ തന്നെയാണ്. ഇതിപ്പോ അച്ഛന് വലിയ വരുമാനമില്ല, അതുകൊണ്ട് ആങ്ങളെ ചെയ്യുന്നു എന്ന് വിചാരിച്ചു ഞാൻ ഈ കടമൊക്കെ വീട്ടിട്ട് വേണോ കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്ക് പോവാൻ? ഏട്ടാ, ഞാൻ ആകെ ചോദിച്ചതേ കുറച്ച് കറി നാളെ കൊണ്ടുപോകാൻ ഉണ്ടാക്കി തരണമെന്നാ. അതിനാണ് ഇപ്പൊ ഇത്രയും വലിയ കണക്ക് അമ്മ പറഞ്ഞത്. ഇതാണ് മോനെ ജോലി കിട്ടിയപ്പോ ഇവളുടെ അവസ്ഥ. ഒരു വാക്ക് ഇവളോട് പറയാൻ പറ്റില്ല. ജോലി കിട്ടാത്ത മുന്നേ എന്തൊക്കെയായിരുന്നു ഇവളുടെ പറച്ചില്. ഞാൻ ജോലിക്ക് പോയാൽ പൈസ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഏട്ടന് ബിസിനസ് തുടങ്ങാൻ പൈസ കൊടുക്കണം, ഏട്ടനെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ അതൊക്കെ എവിടെ പോയാ ഈ പറച്ചിലൊക്കെ? അമ്മ എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? അവൾക്ക് എന്താ വേണ്ട വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പോരെ. പിന്നെ അവള് പറഞ്ഞാൽ എന്ത് തെറ്റാ ഉള്ളത്? അവളെ കല്യാണോ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് നമ്മുടെ ഡ്യൂട്ടി തന്നെ അല്ലേ, നമ്മൾ തന്നെ ചെയ്യണ്ടേ? എന്നാലും അങ്ങനെയല്ലല്ലോ. ഈ കുടുംബത്തിന് ജനിച്ചു വളർന്നല്ലേ അവളും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവളും അറിയണ്ടേ? കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് പേയിങ് ഗസ്റ്റ് ആയിട്ടേ ഓഫീസിനടുത്തുള്ള വീടുകളിൽ നിൽക്കുന്നുണ്ട്. ഈ കണക്കിന് ഞാനും അവിടെ നിൽക്കേണ്ടി വരുന്ന തോന്നുന്നത്. അല്ലെങ്കിലും വീട്ടിലിങ്ങനെ ഓരോ കുത്തി കുത്തി പറഞ്ഞുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇത്രയും സോർത്തത് പറ്റില്ല കേട്ടോ പെൺപിള്ളേർക്ക്. എടാ, നാളെ മറ്റന്നാളായിട്ട് മതിയോ പൈസ? ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ലേ. നാളെ ആണെങ്കിൽ പിന്നെ ഞാൻ വേറെ എവിടെ അറേഞ്ച് ചെയ്തിട്ട് തരാം. ആണല്ലേ, എന്നാ പിന്നെ 3000 അല്ലേ, ഞാൻ നോക്കട്ടെ. ശരി. എന്താ മോനെ പൈസന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടത്? ആരെങ്കിലും കൊടുക്കാനുണ്ടോ? ആരാ വിളിച്ചത്?
അമ്മ ഞാൻ ആ സുരേഷിനെ ഞാൻ 3000 രൂപ കടമായിട്ടായിരുന്നു. ഞായറാഴ്ച തിരിച്ചു കൊടുക്കാന്നാ പറഞ്ഞത്. പക്ഷെ ആ പൈസ അവന് ഇപ്പൊ തന്നെ വേണം. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ല. ഇനിയിപ്പോ 3000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ആരോടെ കടം ചോദിക്കാൻ പോവാ? ഇത് മോശമല്ലേ? ഇത്രയല്ലേ ഉള്ളൂ? അവളുടെ കയ്യിൽ ഉണ്ടാവില്ലേ? അതങ്ങ് എടുത്ത് കൊടുക്ക്. അതിന് വേണ്ടി ഇങ്ങനെ ടെൻഷൻ അടിക്കണോ? ഏയ് അവളെ കയ്യിലൊന്നും വേണ്ടമേ. അല്ലെങ്കിൽ അവൾ ഇവിടെ ഇല്ലല്ലോ, ഓഫീസിൽ പോയിരിക്കല്ലേ. അതിന് അവളല്ലേ ഓഫീസിൽ പോയത്? പൈസ അവളുടെ ഷെൽഫിലുണ്ട്. നീ അത് എത്ര വേണ്ടത് അവന് വേണ്ടത് എടുത്ത് കൊടുക്ക്. വെറുതെ വീട്ടിൽ പൈസയും വെച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് കടം വാങ്ങാൻ പോവുക? ഏയ് അതൊന്നും ശരിയാവില്ല അമ്മേ. ഞാൻ ആ മഹേഷിനെ വിളിച്ചു നോക്കട്ടെ. അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ടേ കൊടുക്കാം. നീ എന്തൊക്കെയാ മോനെ പറയുന്നത്? നാട്ടുകാരും കൊണ്ട് വെച്ച പൈസയാണ്, നിന്റെ പെങ്ങളുടെ പൈസയല്ലേ. അതങ്ങ് എടുത്ത് കൊടുക്ക്. ഇനിയിപ്പോ ഇതൊക്കെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവൾക്ക് വന്ന വിഷമമാകും. ഷെൽഫിൽ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞോണ്ട് ഏട്ടൻ്റെ അടുത്ത് പറയാം. എന്നാ മോനെ എടുക്കാൻ പോയെങ്കിൽ ഞാൻ പോയി പൈസ എടുത്തു തരാം. വേണ്ടമേ, ഞാൻ പോയി എടുത്തോളാം. എന്നാ നീ പോയി വേണ്ടത് എടുത്ത് അവന്റെ കൊടുക്ക്. എടേ, ഞാനേ നിന്റെ ഷെൽഫിൽ നിന്ന് 3000 രൂപ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്റെ ഷെൽഫെന്നോ? ആരോട് ചോദിച്ചിട്ട്? എടി, എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിയിട്ട് അടുത്ത ആഴ്ച കൊടുക്കാന്നാ പറഞ്ഞു. പക്ഷെ അവൻ്റെ അമ്മേനെ ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് അർജൻറ്റായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവൻ എന്നോട് ആ പൈസ തിരിച്ചു ചോദിച്ചത്. പുറത്ത് വേറെ എവിടെയും ചോദിച്ചിട്ടുണ്ടെങ്കിലും മോശമല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്റെ കയ്യിൽ. നിനക്കപ്പോൾ പിന്നെ തന്നാൽ മതിയല്ലോ. ആഹാ, അങ്ങനെ ഞാൻ ഇഷ്ടംപോലെ പൈസ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ മുഴുവൻ എടുത്ത് ഏട്ടന്റെ ഫ്രണ്ട്സിന് കൊടുക്കുവോ? ഒരു മാന്യതൊക്കെ വേണ്ട ഏട്ടാ. ഞാൻ നിക്കണെങ്കിൽ റൂം പൂട്ടി ഷെൽഫ് ലോക്ക് ചെയ്ത് ഇത് കീയും കൊണ്ടുകൊണ്ട് വരുമല്ലോ നിങ്ങളെയൊക്കെ പേടിച്ചിട്ട്. അതിനെന്താടി അവൻ പൈസ എടുത്താ? നീ എന്താ ചോദ്യം ചെയ്യുന്നത്? അമ്മ ഞാൻ ചോദ്യം ചെയ്തോന്നല്ല, കാര്യം തന്നെയാ പറഞ്ഞത്. ഒരാള് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അയാളെ റൂമിൽ കയറിയിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാ? എന്റെ കയ്യില് പൈസ എടുക്കുമ്പോ ഞാൻ അറിയണ്ടേ? എപ്പം മുതലടി ഇത് നിന്റെ മാത്രം പൈസ ആയത്? നിനക്ക് ഇന്നാളല്ലേ ഇപ്പൊ ജോലി കിട്ടലും പൈസ കൊണ്ടുവരലും അലമാരക്കിൽ എടുത്തു വെക്കലൊക്കെ ഉള്ളത്? ഇതുവരെ നീ എവിടെയെങ്കിലും പോകുമ്പോ അവന്റെ പേഴ്സ് ചോദിച്ചിട്ട് എടുക്കല്? ഇത്ര വേണം പറഞ്ഞാൽ എടുത്തിട്ട് പോകല്? നീ എന്തെങ്കിലും ഒരു അക്ഷരം ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടാ? ഒരു ജോലിക്കാരി ശമ്പളക്കാരിയും വന്നിരിക്കുന്നു. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാ നിന്നെ അവൻ പഠിപ്പിച്ചത്. നീ പറയും പോലെ കണക്കാവൻ പറഞ്ഞാണെങ്കിൽ എനിക്ക് ജോലി ഉണ്ടാവില്ല, കൂലി ഉണ്ടാവില്ല. നീ വെറുതെ വീട്ടിലിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഏട്ടൻ പൈസ ഒന്നുകൊണ്ട് മാത്രമായില്ല. ഞാൻ കോളേജിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാക്കിയ ജോലിയാ. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ കാണായിരുന്നു. എന്റെ ഏട്ടൻ പൈസ തന്നു പറഞ്ഞെങ്കിൽ കോളേജിൽ പോയി ഇരുന്നുണ്ടെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടുമായിരുന്നോ? നിങ്ങൾക്കെല്ലാം ഈ പൈസ തന്നതിന്റെ കണക്ക് മാത്രമേ പറയാനുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ടതിന്റെ കണക്കൊന്നും ഒരാൾക്കും പറയാനില്ല. അവൻ പഠിച്ചതേ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാ. രാവിലെ കോളേജിൽ പോകുന്നതിന് മുൻപ് കുറെ കുട്ടികൾ ട്യൂഷൻ എടുക്കും. കോളേജ് കഴിഞ്ഞ് വന്നാൽ വീണ്ടും പോകും ട്യൂഷൻ എടുക്കാൻ. ലീവുള്ള ദിവസങ്ങളിൽ എന്റെ മോൻ വെറുതെ ഇരിക്കില്ല. എവിടെയെങ്കിലൊക്കെ പണി അന്വേഷിച്ച് ചെറിയ ചെറിയ പണി ഉണ്ടെങ്കിൽ അത് പോയി ചെയ്തിട്ട് വരും. അങ്ങനെയൊക്കെയാണ് അവൻ പൈസ ഉണ്ടാക്കി പഠിച്ചത്. നിനക്കും അതൊരു പണിയെടുത്ത് പഠിച്ചുകൂടായിരുന്നോ? എന്റെ മോനെ ഞങ്ങൾ ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവനറിയാം അവന്റെ അച്ഛനെ പഠിപ്പിക്കാനുള്ള വഴിയൊന്നും ഇല്ല എന്നുള്ളത്. നീ വർഷങ്ങളോളം അവൻ്റെ അടുത്ത് പൈസ വേണ്ടല്ലേ പോയി പഠിച്ചത്? ഇപ്പൊ നിന്റെ ഒരു ചെറിയൊരു പൈസ എടുക്കുമ്പോഴത്തേക്കും എവിടെ ഇല്ലാത്ത കണക്കും കൊണ്ട് വന്നിരിക്കണം അല്ലെ? നീ ഈ വീട്ടിൽ തന്നെ അല്ലേ? വേറെ എവിടെ നിന്ന് വന്നൊന്നല്ലല്ലോ. നീ ഇത് കേൾക്കണം മോനെ, ഇത് നിനക്ക് വേണ്ടതാ. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് പോലും അവൾ ചോദിക്കാണ്ട് പേഴ്സിലും അലമാരയും വെച്ച പൈസ നിന്റെ എടുത്തിട്ട് പോകുമ്പോ ആ പെണ്ണിന്റെ അടുത്ത് പറയും ഇങ്ങനെ പൈസ എടുക്കണ്ടെന്നുള്ളത്. അപ്പൊ നീ എന്താ പറയുന്നത്? എന്റെ പെങ്ങളല്ലേ, എന്റെ അനിയത്തിയല്ലേ, അവൾക്ക് ഞാൻ കൊടുക്കണ്ട, ആരാ കൊടുക്കണെന്നുള്ളത്? ഇപ്പൊ അവൾക്ക് ജോലി കിട്ടി കുറച്ച് പൈസ വന്നപ്പോ അത് അവളുടെ പൈസ. നമ്മൾക്ക് ആർക്കും തൊടാനും പറ്റില്ല, 5 പൈസ തരൂല്ല. നിന്റെ പെങ്ങളുടെ തനി സ്വഭാവം എന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ? അത് കുഴപ്പമൊന്നുമില്ല. അവൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ അതിന്റെ വില അവൾ ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങി. മോളെ, ഈ ചെറിയൊരു പൈസയും ഇന്നത്തെ ഒരു ദിവസം മാത്രമൊന്നല്ല ജീവിതം പറയണത്. ഇനി ഒരുപാട് കടമ്പുകൾ കഴിയാനില്ലേ മോനെ? നീ അവളെ പഠിപ്പിക്കുകയും ചെയ്ത് ജോലിയാക്കി കൊടുക്കുകയും ചെയ്തു. നീ ബാക്കി അവളുടെ കാര്യങ്ങളൊക്കെ അവളൊന്നും ചെയ്തോട്ടെ. എടി, നിന്റെ നേരത്തെ പൈസയെ ഞാൻ ഇന്നെ നിനക്ക് തിരിച്ചുതരാം.